ശ്മശാന സാധന ചെയ്യണം. ശ്മശാനം ഇത് തികച്ചും ഭീതിജനകമായിരുന്നു. 39ാമത്തെ ദിവസം ഞാൻ കർക്കിടകത്തിലായിരുന്നു സേവ ചെയ്തത്. കന്നിയിൽ സേവ ചെയ്താൽ കർമ്മത്തിൽ കേമനാവുന്ന, കർക്കിടകത്തിൽ സേവ ചെയ്ത ദുർക്കടകം ചാടി കിടക്കുന്നു. അരിയാല് പോലുള്ള വലിയൊരു മരം, വലുത്, വളരെ വലുത്, വന്ന് ജപത്തിൻ്റെ ഇടയിൽ എൻ്റെ മേത്ത് വന്ന് വീണ് ഞാനങ്ങ് പേടിച്ചെൻ്റെ ശരീരം മുഴുവൻ രക്തത്തിൽ കുളിച്ച് ഞാൻ മരിച്ചു പോകുന്ന ഘട്ടം 40-41 ദിവസങ്ങൾ. ഇതിലും വലിയ മഹാപ്രളയം എനിക്ക് സംഭവിക്കുമെന്ന് എനിക്കറിയാം. കാരണം വരുന്നത് കാളിയാണ്. നമുക്ക് ആ ശബ്ദങ്ങൾ കേൾക്കാം. ഭയപ്പെടുത്താൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ജപം തീർന്നേ പറ്റൂ. എൻ്റെ ശരീരം നിറച്ചും രക്തം ഒഴുകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. നായ വന്നു വാലുകൊണ്ട് എന്നെ ഇങ്ങനെ തട്ടുക, പിന്നെ എന്നുള്ള സൗണ്ട്, ഭൂതപ്രേത പിശാചുക്കൾ, അലച്ചൽ, അട്ടഹാസങ്ങൾ, ഇതൊക്കെ ശ്മശാനത്തിൽ വെച്ചിട്ട് 40ാമത്തെ ദിവസം എനിക്കുണ്ടായി. ഉരലിങ്ങനെ പൊന്തിക്കുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യം പറയുമ്പോൾ എൻ്റെ കൈകൾ പോലും വിറക്കുന്നുണ്ടോ. ഇതാണ് കാളിയെ കണ്ടു. ഇത് പൂർത്തിയാക്കാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ കാര്യത്തിലും രഹസ്യങ്ങളുണ്ട്. കേരളത്തിൻ്റെ പ്രാചീന കാലം തൊട്ടുള്ള ഒരു ആരാധനാ ശൈലിയാണ് ഭദ്രകാളി സേവ എന്ന് പറയുന്നത്. ഇന്നും അത് ശോഷിച്ച് വരുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. പഴയകാല തറവാട് വീടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലും ഒരു ഭദ്രകാളി സേവയോ ഉപാസനയോ ഒക്കെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഭദ്രകാളി സേവ? എങ്ങനെയാണ് ഈ ഭദ്രകാളി സേവ അഭിവൃദ്ധികൾ നേടിത്തന്നുകൊണ്ടിരുന്നത്? സേവ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ആളുകൾക്ക് പണ്ട് കാലം മുതലേ ഭയമുള്ള കാര്യമാണ്. സേവ ചെയ്താൽ സേവാമൂർത്തിയായിട്ട് മാറും. ഇപ്പോൾ ഭദ്രകാളി സേവ എന്ന് പറയുമ്പോൾ ഭദ്രകാളിയുടെ അടുത്ത് ആരും അങ്ങനെ അടുക്കാറില്ല. അന്നേ വരെ പ്രപഞ്ചം ദർശിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഭീകരവും രൗദ്രവും ഭയാനകവുമായ ഭാവത്തോടു കൂടി ഭദ്രകാളി ഉടലെടുത്തതാണ് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ വരെ പറഞ്ഞത്. 2 രീതിയിലാണ്. ഒന്ന് ഉപാസനയാണ്. എന്ന് പറഞ്ഞാൽ അടുത്ത ആസനം എന്ന് പറഞ്ഞിരിക്കുക. നമ്മൾ ഇരിക്കുന്ന പോലെ ഈ അടുത്തിരിക്കുക, ദേവതൻ്റെ പ്രീതി പറ്റി അടുത്തിരിക്കാന്നേ ഉള്ളൂ. എന്നാൽ സേവ എന്ന് പറഞ്ഞാൽ അതല്ല. സേവ ചെയ്താൽ സേവാമൂർത്തിയായിട്ട് മാറും. ആ സേവ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ തരണം ചെയ്യണം. ഇരുതലയുള്ള വാളിൻ്റെ അറ്റത്തോട് കൂടിയിട്ടുള്ള മരണം വരെ നടന്നേക്കാന്ന് പറയുന്നതായ രീതിയിലുള്ള സേവാ പദ്ധതികളാണ് കേരളത്തിൽ പ്രചാരം നേടിയത്. അതുകൊണ്ട് തന്നെ അത് കാളിയായിരുന്നു. ദാരിക നിഗ്രഹം നടത്തിയ സാക്ഷാൽ പരമേശ്വര പുത്രിയായിട്ടുള്ള സാക്ഷാൽ 3ാം തൃക്കൺ എന്ന് പറവിയെടുത്ത ശ്രീ ഭദ്രകാളിയുടെ സേവയായിരുന്നു കേരളത്തിൽ പ്രചാരം നേടിയത്. ഈ കാളി ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ടാതാ. ആ കാളി സേവ കൃത്യമായിട്ട് ഒരു മണ്ഡലകാലമാണ് പറയപ്പെടുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് മാനസിക ബലമാണ്. അപ്പം നമ്മൾ ഈ ഒരു വെളിച്ചത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളല്ല, ഇതിൻ്റെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെ ഇതിൻ്റെ അടുത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളല്ല നമ്മുടെ ഭയപ്പെടുത്തുന്ന ഭയത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ട് വേണം ഭയത്തിനെ മറികടക്കാൻ. ഇരുട്ടിലൂടെ സഞ്ചരിച്ചിട്ട് വേണം ഇരുട്ടെന്ന് വെളിച്ചത്തിലേക്ക് വരാമെന്ന് പറഞ്ഞ പോലെ ഒരു 41 ദിവസങ്ങളിൽ കൃത്യമായിട്ട് ചുരുക്കി പറയാം, ത്രികാലമായിട്ട് 3 നേരമായിട്ട് കാലത്ത് പൂജയോടുകൂടി ഈ ഭഗവതിയെ വേണ്ടും വിധത്തിൽ മന്ത്രജപത്തോടു കൂടി ഉപചരിക്കണം. വേണ്ടും വിധം എന്ന് പറയുമ്പോൾ ഇതിലേറെ കുറേ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ബ്രഹ്മചര്യത്തോടു കൂടിയിട്ടായിരുന്നു ഞങ്ങൾക്ക് സേവാദി കാര്യങ്ങൾ ചെയ്തത്. ബാക്കിയുള്ള പ്രധാനപ്പെട്ട നമ്മുടെ ശരീരത്തിൻ്റെ ഇപ്പോൾ ഒരു അവയവമായിട്ട് മാറിയതാണ് മൊബൈൽ ഫോൺ. ഈ ഫോൺ ആദ്യം ഉപേക്ഷിക്കണം ഇത്തരം ദിവസങ്ങളിൽ. ബാക്കിയുള്ള ആളുകളായിട്ട് ബന്ധം പാടില്ല. കൂടുതലും സംസാരിക്കാതെ ഇരിക്കണം. 41 ദിവസം ഈ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ കൂടാതെ ബാക്കിയുള്ള ആളുകളിലേക്ക് സംസാരിക്കാണ്ട് നിൽക്കണം. നമ്മുടെ ഊർജ്ജം പുറത്തേക്ക് പോകുന്നുണ്ട്. കൃത്യമായിട്ടൊരു ഭഗവതിക്ക് വേണ്ടി മാറ്റി വെക്കും. ഇപ്പോൾ കാളി സേവയൊക്കെ മാറ്റി വെക്കുമ്പോൾ കാളിയെ തന്നെ ധ്യാനിക്കണം. വേറെ ഒരു മൂർത്തിയെ ഉപാസിച്ചുകൂടാ. അങ്ങനെയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് രാവിലെ കാലത്ത് എണീറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എന്ത് ചെയ്യണം, പൂജക്കൊരുക്കി ഭഗവതിനെ ആവാഹിച്ച് നേദ്യവും കാര്യങ്ങളും കൊടുത്ത് അതിൻ്റേതായ മന്ത്രജപം നടത്തണം. 2ാമത് വരുന്നത് ഉച്ചക്കാണ്. ഉച്ച സമയത്തും കൃത്യമായിട്ട് ഇത്തരം ജപവും കാര്യങ്ങളും നടത്തി 3ാമത് വരുന്നത് സന്ധ്യാസമയത്താണ്. ഇങ്ങനെ ഒരു ദിവസം 3 നേരം വെച്ചിട്ട് ഇത്തരം ജപവും കാര്യങ്ങളും നടത്തണം. ഈ ജപാദി കാര്യങ്ങൾ നടക്കുമ്പോൾ വീട്ടിലുള്ളവർക്ക്, കുടുംബങ്ങൾ ഉള്ളവർക്ക് എന്ത് പാടില്ല, വാലായ്മകൾ വരാൻ പാടില്ല. മനസ്സിലായോ? വന്നു കഴിഞ്ഞാൽ സേവ മുറിയുന്നൊരു പ്രമാണമുണ്ട്. അപ്പോൾ വരാതിരിക്കാൻ നോക്കണം. അപ്പം അങ്ങനെ ഞങ്ങൾ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കി ആ ഭഗവതിയിലേക്ക് കൂടുതൽ സമയങ്ങളിൽ പൂജാമുറിയിലേക്ക് തന്നെയായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ആ ഭഗവതി കാളി എന്നുള്ള ചിന്ത മാത്രമായിരുന്നു.
കാളി കാ 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 എന്ന് പറയുന്ന കാക്കൻ്റെ ആയുസളക്കം ഇന്നും ശാസ്ത്രലോകത്തിന് പറ്റിയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പം കാളി ആരെന്ന് നമ്മൾ മനസ്സിലാക്കണം. സാക്ഷാൽ ഭദ്രകാളിനെയാണ്. 37 ദിവസങ്ങളിൽ 38 ദിവസങ്ങളിൽ എന്ത് ചെയ്യുക? ഇതേപോലെ ഇത്തരം കർമ്മങ്ങൾ വീട്ടിൽ നിന്ന് അനുഷ്ഠിച്ചിട്ട് 39, 40, 41 അവസാനത്തെ 3 ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 3 യുഗമാണ്. ഈ 41 ദിവസം എന്ന് പറയുന്നത് നമ്മുടെ 41 വർഷവുമാണ്. കൃത്യമായിട്ട് ഈ മന്ത്രസാധന ജപം തുടങ്ങിയതിന് ശേഷം 10, 20, 25 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കെല്ലാം ഉണ്ടായ മാറ്റം സ്ത്രീകൾ നടക്കുന്ന പോലെയായിരുന്നു നടന്നിരുന്നത്. സ്ത്രീകൾ നടക്കുന്നവരെ നമ്മുടെ ആ മന്ത്രമൂർത്തിയിലേക്ക് അങ്ങ് ലയിച്ചു പോയി. നടത്തത്തിൻ്റെ രീതി തന്നെ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വന്നു. സ്ത്രൈണത വന്നു തുടങ്ങി. സ്ത്രൈണഭാവം വന്നു തുടങ്ങി ആ സമയങ്ങളിൽ. കാളി എന്ന് പറഞ്ഞാൽ സ്ത്രൈണഭാവം വരുന്നതല്ല, ശരിക്കും സ്ത്രീയിലെ പൗരുഷഭാവമാണ് കാളി. പക്ഷെ ഇതൊരു അഴകുള്ള ഒരു പെണ്ണും കൂടിയാണ്. അതാണ് വീരസുന്ദരി എന്ന കാളി സഹസ്രനാമത്തിൽ പറയുന്നത്. വീരയാണ് എന്നാലും സുന്ദരിയാണ്. അപ്പോൾ നടത്തം വരെ മാറി ഒരു ഭഗവതി സാന്നിധ്യത്തോട് കൂടിയിട്ടുള്ള ഒരു നടത്തമായിരുന്നു. വീട്ടിലുള്ളവർക്ക് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്തു? ബോധ്യപ്പെട്ടു തുടങ്ങി. അവസാന നാളുകളിൽ 39ാമത്തെ ദിവസം രാത്രി ശ്മശാന സാധന ചെയ്യണം. ശ്മശാനം അവിടെയാണ് നമുക്ക് ഭയപ്പാടുകൾ വരുന്നത്. അത് ഭദ്രകാളി യാമുണ്ട്. കാളിയാമത്തിലെ കാളീനെ പരിവാരങ്ങളോട് കൂടി കിട്ടും. രാത്രി 12 മണിക്ക് ശേഷം ഒരു 3 മണിക്കൂറാണ് ഭദ്രകാളി യാമം വരുന്നത്. ആ സമയത്ത് ശ്മശാനത്ത് പോയി കഴിഞ്ഞാൽ അറിയാം. കള്ള് കുടിച്ചിട്ട് കയറാം, അല്ലാത്ത രീതിയിൽ കയറാം. കാളീനെ പിടിക്കാൻ കയറുമ്പം അന്നറിയും. ആദ്യം കാളീൻ്റെ പടയാളികൾ വരും, ഭൂതപ്രേത പിശാചുക്കൾ വരും ഈ സേവ മുടക്കാൻ. സേവ പൂർത്തീകരിച്ചാൽ സേവാമൂർത്തിക്ക് എന്ത് ചെയ്യണം? സേവാമൂർത്തിക്ക് അടിമപ്പെട്ടിരിക്കുന്ന സേവകന് അടിമപ്പെട്ടിരിക്കുന്നതാണ് സേവാമൂർത്തി. അപ്പം കൃത്യമായിട്ട് 39ാമത്തെ ദിവസം ശ്മശാനത്തിൽ ചെന്ന് യന്ത്രം വരച്ച് ഷൽഖോൺ വരച്ച് തെക്കോട്ട് നോക്കിയിട്ട് ഇരിക്കും. എന്നിട്ട് മന്ത്രജപവും കാര്യങ്ങളും ചെയ്ത് അടുത്ത ദിവസം ഇതേപോലത്തെ സാധന ചെയ്ത് 41ാമത്തെ ദിവസം കൃത്യമായിട്ട് ശ്മശാനത്തിൽ നിന്ന് യോനി പീഠം ഉണ്ടാക്കി അതിലേക്ക് അഗ്നീനെ ആവാഹിച്ച് അതിലേക്ക് ഭദ്രകാളി ഹോമം ചെയ്ത് കുക്കടവലി കോഴി അറുത്ത് കാളിയെ പ്രത്യക്ഷപ്പെടുത്തി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു പാരമ്പര്യം ആണ് ഭദ്രകാളി സേവക്ക് ഉണ്ടായിരുന്നത്. ഇത് തികച്ചും ഭീതിജനകമായിരുന്നു. 39ാമത്തെ ദിവസം ഞാൻ കർക്കിടകത്തിലായിരുന്നു സേവ ചെയ്തത്. കന്നിയിൽ സേവ ചെയ്താൽ കർമ്മത്തിൽ കേമനാവുന്ന, കർക്കിടകത്തിൽ സേവ ചെയ്ത ദുർക്കടകം ചാടി കിടക്കുന്ന. ആ സമയത്ത് അറിയാലോ കർക്കിടക മാസത്തിൽ ഒരു പ്രത്യേകതരം മഴ വരാനുണ്ട്. അപ്പം ഞാൻ 39ാമത്തെ ദിവസം എന്ത് തന്നെ പ്രതിസന്ധി ഘട്ടം വന്നാലും നമ്മൾ കണ്ണ് തുറന്ന് നോക്കാൻ പാടില്ല. നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പേടിക്കും. പേടിച്ചു കഴിഞ്ഞാൽ മാനസിക പ്രശ്നങ്ങൾ നമുക്ക് വരും. വിഭ്രാന്തി ഉണ്ടാവും. സേവ മുടങ്ങിയാൽ തന്നെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും. പണ്ട് കാലത്തുള്ള മാന്ത്രികന്മാരിൽ ഈ ലക്ഷണങ്ങൾ കാണാം. 39ാമത്തെ ദിവസം കൃത്യമായിട്ട് ഞാൻ ജപവും കാര്യങ്ങളും തുടങ്ങിയ സമയത്ത് വലിയൊരു വൃക്ഷം, അരിയാല് പോലെയുള്ള വലിയൊരു മരം, വളരെ വലുത് വന്ന് ജപത്തിൻ്റെ ഇടയിൽ എൻ്റെ മേത്ത് വന്ന് വീണ് ഞാൻ അതിൻ്റെ ഉള്ളിലായിപ്പോയി. മനസ്സിലായോ? എന്നിട്ട് എൻ്റെ ജപം എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അതിൻ്റെ ഉള്ളിലായിപ്പോയി ഞാൻ ആകെ മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വന്നു. എന്നിട്ട് ഞാൻ കണ്ണ് പൂട്ടി ജപവും കാര്യങ്ങളും ചെയ്തു. പക്ഷെ എനിക്ക് ശ്വാസമുണ്ട്. എൻ്റെ ബോധം എന്തായി? ആ മരത്തിൻ്റെ ഉള്ളിലേക്കായി. മനസ്സിലായോ? പക്ഷെ ഞാൻ എൻ്റെ ജപത്തിൻ്റെ മന്ത്രസംഖ്യ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഇത് കണ്ണ് തുറക്കാൻ പാടില്ലല്ലോ. നോക്കുന്ന സമയത്ത് എന്ത് പറ്റി? അങ്ങനെ ഒരു മരവും ഇല്ല അവിടെ. അങ്ങനെ ഒരു മരം മേത്ത് വീണിട്ടുമില്ല. അത് കൈകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒക്കെയുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് ഇത് വീയാണ്. ഇത് ഒരുപാട് സേവ ഉറപ്പിച്ച ആൾക്കാരുടെ അനുഭവം കൂടിയാണ്. ഇത് ആദ്യത്തെ വലിയൊരു പരീക്ഷണം. വലിയൊരു മരം, പടുകൂറ്റൻ മരം നമ്മുടെ മേത്ത് വീണാലുണ്ടാകുന്ന എല്ലാ ഫീലിങ്സും ആ സമയത്ത് 39ാമത്തെ ദിവസം എനിക്ക് കിട്ടിയിരുന്നു. ഇത് കളവല്ല. ഭയപ്പെടുത്തിരുന്നു. അപ്പം ഭയങ്കര ഭയപ്പെടുത്തലാണ്. വീണ് ഞാനങ്ങ് പേടിച്ചെൻ്റെ ശരീരം മുഴുവൻ രക്തത്തിൽ കുളിച്ച് ഞാൻ മരിച്ചു പോകുന്ന ഘട്ടം ആണെന്ന് എനിക്ക് തോന്നി. ഇത് എൻ്റെ ഒരു പുനർജന്മമാണെന്ന് എനിക്ക് 39ാം ദിവസം കണ്ണ് തുറന്നപ്പം തോന്നിയത്. ഇനി ഞാൻ പിന്നെ 2 ദിവസം ഉറങ്ങിയിട്ടില്ല. കാരണം 40-41 ദിവസങ്ങൾ ഇതിലും വലിയ മഹാപ്രളയം എനിക്ക് സംഭവിക്കുമെന്ന് എനിക്കറിയാം. കാരണം വരുന്നത് കാളിയാണ്. അങ്ങനെ 40ാമത്തെ ദിവസം പുലർച്ചെ മുതൽ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് 40ൻ്റെ അന്ന് എന്ത് ചെയ്തു? ശ്മശാനത്തിലേക്ക് 40ൻ്റെ അന്ന് വീട്ടിൻ്റെ കറണ്ട് ലൈനിൻ്റെ മേലയിലേക്ക് തെങ്ങ് വീണു. 2 ദിവസം വീട്ടിൽ കറണ്ടില്ല. ഇതെല്ലാം ആകുമ്പോഴത്തേക്കും പിന്നെയും പേടിയായി. 40ാമത്തെ ദിവസം ഇവിടെ പോകണം, വീണ്ടും ശ്മശാനത്ത് പോകണം. 40ാമത്തെ ദിവസം
എൻ്റെ കുലപര ദേവതമാരെയും ധർമ്മദൈവങ്ങളെയും പൂർവികന്മാരെയൊക്കെ സ്മരിച്ച് ആ മാന്ത്രികന്മാരൊക്കെ സ്മരിച്ച് എന്ത് ചെയ്തു, ശ്മശാനത്തിലേക്ക് പോയി. ഞാൻ കരഞ്ഞോണ്ടാണ് ശ്മശാനത്തിൽ കയറിയത്. എനിക്ക് പേടിയായിരുന്നു, മനസ്സിലായില്ലേ. 20, 21, 22 വയസ്സുകളിലാണ് ഞാൻ സേവ ഉറപ്പിച്ചത്. 40ാമത്തെ ദിവസം ശ്മശാനത്തിൽ കയറി ഞാൻ ഇരുന്ന സമയത്ത് എന്നെ വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങൾ കൊണ്ട് ഈ ഭൂതപ്രേത പിശാചുക്കളെ പേടിപ്പിക്കാൻ തുടങ്ങി. നമുക്ക് ആ ശബ്ദങ്ങൾ കേൾക്കാം. ഭയപ്പെടുത്താൻ തുടങ്ങി. കൂർത്ത നഖങ്ങളെ കൊണ്ട് എന്നെ കോറി വലിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് കണ്ണ് തുറക്കാൻ പാടില്ല. കണ്ണ് തുറന്നാൽ എന്തായാലും ഭ്രാന്താവും, ഒരു സംശയവുമില്ല. എന്തായാലും മാനസിക നില തെറ്റും. 40ാമത്തെ ദിവസം അവിടെയും ഞാൻ തോറ്റിട്ടില്ല. അവിടെയും എനിക്ക് കാളി തമ്പുരാട്ടിന് വേണം, തമ്പുരാട്ടിനെ കിട്ടണം എന്നുള്ള പ്രാർത്ഥനാ രൂപത്തിലും ഞങ്ങളുടെ പൂർവികന്മാരുടെ അനുഗ്രഹം കൊണ്ടും ഞങ്ങളുടെ തറവാട്ടത്തെ ഞങ്ങളെ പാറക്കൽ ദേശം അവിടുത്തെ ശ്രീകുറുമ്പ തമ്പുരാട്ടിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ടും കൃത്യമായിട്ട് 40ാമത്തെ ദിവസവും എനിക്ക് ഇത്തരം ഉപദ്രവങ്ങളിൽ നിന്ന് മോചനം നേടാൻ പറ്റി. അങ്ങനെ 40ാമത്തെ ദിവസം അവസാന സമയങ്ങളിൽ, ജപത്തിൻ്റെ അവസാന സമയങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്തു. ചില മഴകൾ നമുക്ക് കൊള്ളുമ്പോൾ ശരീരത്തിൽ നല്ല വേദനകൾ അനുഭവപ്പെടും. ശരിക്കും ഒരു മൊട്ട് സൂചി വെച്ചിട്ട് ഒരു 10,000 ആൾക്കാർ എന്നെ കുത്തുന്ന നോവാണ് എനിക്കുണ്ടായത്. എങ്ങനെയെങ്കിലും ജപം തീർന്നേ പറ്റൂ. എൻ്റെ ശരീരം നിറച്ചും രക്തം ഒഴുകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ശാരീരികമായിട്ടുള്ള വേദനകൾ അനുഭവിക്കുക. ഈ ഇടയിൽ നായ വന്നു വാലുകൊണ്ട് എന്നെ ഇങ്ങനെ തട്ടുക, പിന്നെ എന്നുള്ള സൗണ്ട്, ഭൂതപ്രേത പിശാചുക്കൾ, അലച്ചൽ, അട്ടഹാസങ്ങൾ, ഇതൊക്കെ ശ്മശാനത്തിൽ വെച്ചിട്ട് 40ാമത്തെ ദിവസം എനിക്കുണ്ടായി. ഞാൻ വീണ്ടും പേടിച്ചുകൊണ്ടാണ് ശ്മശാനത്തിൽ നിന്ന് ഇറങ്ങിയത്, ജപം പൂർത്തിയാക്കിയിട്ട്. ഇനി അടുത്തത് 41ാമത്തെ ദിവസമാണ്. അന്ന് കാളി വരും. അന്ന് സേവ ഉറപ്പാണെങ്കിൽ, അത്രക്ക് മാനസിക ബലമുണ്ടെങ്കിൽ, അത്രയും ഭഗവതിൻ്റെ അടുത്ത് ഭയഭക്തി ബഹുമാനങ്ങളും കടപ്പാടും അർപ്പണ ബോധമുണ്ടെങ്കിൽ അന്ന് 41ൻ്റെ അന്ന് ഭദ്രകാളി വരുന്നു. വിധിയാവണ്ണം വിധിച്ച പൂജാ സാധനങ്ങളും പൂജാ സാമഗ്രികളുമായിട്ട് ശ്മശാനത്തിൽ പോയി. 41ാമത്തെ ദിവസം ശ്മശാന സാധന തുടങ്ങി. ഭദ്രകാളി ആവാഹനം നടത്തി ഹോമം തുടങ്ങി. ഹോമം ചെയ്ത് ആ ഹോമകുണ്ടത്തിൻ്റെ അകത്തേക്ക് കോഴിയെ ബലി കൊടുത്ത് ബാക്കിയുള്ള മന്ത്ര ഉരുക്കുകൾ പൂർത്തിയാക്കണം. അങ്ങനെ അത് ചെയ്തു. 41ാമത്തെ ദിവസം കൃത്യമായിട്ട് ജപം തുടങ്ങി. ഹോമം കഴിഞ്ഞ് ജപം തുടങ്ങിയപ്പോൾ എൻ്റെ മൂലാധാര ചക്രം മുതൽ സഹസ്രാര പത്മം വരെ കിടകിട ഇങ്ങനെ വറക്കുക. ഈ ഒരു ശരീരം മൊത്തം വറക്കുക. ഒരു പരിധി വരെ ഇത് ഭയം കൊണ്ടും കൂടിയാണ്. ആ ജപത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ശരീരം മൊത്തം സ്പന്ദനം, മൊത്തം വൈബ്രേഷൻ വന്നു. ഈ ലോകത്ത് നിന്ന് എൻ്റെ ബോധം മാറി. ഒരു പരിധി വരെ എനിക്ക് പല കാര്യങ്ങളും ഓർമ്മ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് കർമ്മത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരു മഴ പെയ്തു. ആ സമയത്താണ് എനിക്ക് എൻ്റെ ബോധം തിരിച്ചു വരുന്നത് ശ്മശാനത്തുനിന്ന്. ആ സമയത്ത് ഞാൻ 41ൻ്റെ അന്ന് എൻ്റെ പൂജാമുറിയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന ചൂരക്കോല് കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി ഞാൻ ആ ചൂരക്കോലെടുത്ത് കണ്ണ് തുറന്ന് നോക്കിയ സമയത്ത് ഒന്നും കണ്ടില്ല ശ്മശാനത്തിൻ്റെ അകത്ത്. അന്ന് ശരിക്കും ഭഗവതിനെ കാണേണ്ടതാണ്. എന്നാലോ ഞാൻ ആ ചൂരലെടുത്ത് തിരിഞ്ഞ് നടന്ന പ്രകാരത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് ചൂരൽ ഇവിടെ വെച്ചതായിരുന്നു. ചൂരൽ അതേപടി താഴെ വീണു. ബാക്കി ഇടത് കയ്യിൽ എൻ്റെ വിളക്കും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. ആ ചൂരൽ താഴെ വീണ പ്രകാരത്തിൽ ഞാൻ ചൂരൽ കുനിഞ്ഞെടുത്തു. തിരിഞ്ഞിട്ട് ചൂരൽ ഇങ്ങനെ പൊന്തിക്കുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യം പറയുമ്പോൾ എൻ്റെ കൈകൾ പോലും വിറക്കുന്നുണ്ടോ. ഇതാണ് കാളിയെ കണ്ടു. ഇത് പൂർത്തിയാക്കാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ കാര്യത്തിലും രഹസ്യങ്ങളുണ്ട്. ഒരു പരിധി വരെ നമുക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് പറയാൻ പറ്റൂ. ഞാൻ പേടിക്കലും ഞാൻ കണ്ട അനുഭവങ്ങളും വളരെ വലുതാണ്. ഇത് വാസ്തവമാണ്, ഇത് സത്യമാണ്. എനിക്ക് ഇന്നും പേടിയാണ്. പക്ഷേ അതിനെ ഞാൻ അതിജീവിച്ചു. കാരണം സാക്ഷാൽ മഹാഭദ്രകാളി ഇന്ന് എൻ്റെ കൂടെയുണ്ട്. ഞാൻ തന്നെ കാളി. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ പോലെ, പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞ പോലെ ആ ബോധം കാളിയിലേക്ക് ലയിച്ചു. മനസ്സിലായോ? ഇന്നിപ്പോൾ ഞാൻ പോകുന്ന സ്ഥലത്ത്, ഞാൻ ചൂണ്ടുന്ന സ്ഥലത്ത് കോമരങ്ങൾ തുള്ളുന്നുണ്ട്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ ചൈതന്യങ്ങളുള്ള ആളുകൾ വരുന്നുണ്ട്. എനിക്ക് അനുഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നെ ഫോൺ വിളിക്കുന്നവരിലൊക്കെ. ഞാൻ കർമ്മം ചെയ്തിടത്തൊക്കെ കർമ്മത്തിന് ഫലമുണ്ട്. അതിൻ്റെ കാരണം എൻ്റെ ഭദ്രകാളി സേവയാണ്. കാളി തമ്പുരാട്ടി വിചാരിച്ചാൽ നടത്താൻ പറ്റാത്തൊന്നുമില്ല. കിടന്ന ആൾക്കാരെ എണീപ്പിച്ച് നടത്തിയിട്ടുമുണ്ട്. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെ രോഗങ്ങളും പ്രശ്നങ്ങളും ശത്രുദോഷം കൊണ്ടാണ്, ബാക്കിയുള്ള ദോഷങ്ങൾ കൊണ്ടാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവരെ കർമ്മഫലം കൊണ്ടല്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട്.
100-ൽ കൂടുതൽ തറവാട് കാവുകളും തിരിച്ചുദ്ധരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുവഴി എത്രയോ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തികമല്ല വലുത്, ഇത്തരം മന്ത്രസിദ്ധിയുള്ള ആളുകളിലേക്കാണ് ആൾക്കാർ എത്തേണ്ടത്. അതിലോട്ടുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഉപാസന മാത്രമല്ല, സേവ എന്ന് പറഞ്ഞാൽ സേവക്കാരി, സേവാമൂർത്തിയായിട്ട് മാറുന്നതാണ് സേവ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നപരിഹാരങ്ങൾ പിന്നീട് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ അതിനുശേഷം ഒരുപാട് ആളുകൾ കാണാൻ വരുത്തും, പിന്നെ കാര്യങ്ങൾ ചെയ്യാറൊക്കെ ആയി. എന്തെങ്കിലും അനുഭവങ്ങളൊന്ന് പറയാമോ? അനുഭവം ബാക്കിയുള്ള ആളുകൾ എന്ത് കർമ്മം ചെയ്താലും ഫലിക്കാത്ത കാര്യങ്ങളൊക്കെ, ഒരു പിടി മഞ്ഞൾ പൊടി ഇട്ടിട്ടൊക്കെ ബാധ ഒഴിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ചോറ്റാനിക്കരെ പോയിട്ട് അവിടുന്ന് ഒഴിവാക്കിയ ബാധയൊക്കെ ഒരു നാളികേരത്തിൽ ആവാഹിച്ചിട്ട് ഒഴിപ്പിച്ചിട്ടുണ്ട്. കാരണം കാളി മെയിനായിട്ട് കൊടുങ്ങല്ലൂരമ്മയായിട്ട് ബന്ധപ്പെട്ട സാന്നിധ്യമാണ്. പിന്നെ പറ്റുന്നത് വടക്കിടക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഇന്നും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയിട്ട് തമ്പുരാട്ടിൻ്റെ അറ നോക്കി ജപവും കാര്യങ്ങളും നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ ഇവിടത്തേക്ക് വരുമ്പോൾ അതും പൂർത്തിയാക്കിയിട്ടാണ് വന്നത്. അപ്പോൾ എപ്പോഴും നമ്മളല്ല വലുത്, നമ്മളൊന്നും ഒന്നുമല്ല അല്ലേ. പഞ്ചഭൂതാത്മകമായ ശരീരവും സർവ്വവ്യാപിയായ ആത്മാവുമാണ്. നമ്മുടെ ബോധമാണല്ല, ആ ബോധം ആ ബ്രഹ്മകലയിലേക്കല്ലേ, ആ സാന്നിധ്യം പരമാത്മാവിലേക്ക്, ആ ബോധം എന്ത് ചെയ്യുക, പരാശക്തിയിലേക്ക് ലയിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും പരാശക്തിയും ഒക്കെ ഒന്നാണ്. ഇങ്ങനെയായിരുന്നു ശ്രീകൃഷ്ണനും ശ്രീരാമനും പിന്നെ അയ്യപ്പനും ഒക്കെ ദൈവങ്ങളായത് എല്ലാവരും. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ പൂർവികന്മാർ ഇങ്ങനെ ഈ ചൈതന്യത്തിന് എന്ത് ചെയ്തു, 41 ദിവസം സേവ ഉറപ്പിച്ചിട്ട് അവരുടെ അവസാന കാലയളവിൽ അവരൊരു പീഠത്തിലേക്കോ പലകയിലേക്കോ ആ ചൈതന്യത്തിനെ ആവേശിപ്പിച്ച് കുടിയിരുത്തിയിരുന്നു. ഈ ചൈതന്യം വരും കാലങ്ങളിൽ ഇനി ജനിക്കാൻ പോകുന്ന തലമുറകൾ ചിലപ്പോൾ നാളെ കാലത്ത് ഒരു കടിച്ച പഴത്തിൻ്റെ ബാക്കിയായിരിക്കും നീതിക്ക്, എന്നാലും എന്നെ നമ്പുരാട്ടി നീ ഇവിടെ ഇരുന്ന് അവർക്ക് ഐശ്വര്യവും അഭിവൃദ്ധി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച് ആ സാന്നിധ്യ കലയിലേക്ക് എന്നെ ആര് ലയിച്ചിരുന്നു? ഈ യോഗീശ്വരൻ ഇത്തരം ജപാതി കാര്യങ്ങൾ നടത്തിയിരുന്ന ആൾ ലയിച്ചിരുന്നു. അതാണ് നമ്മുടെ തറവാടുകളിലെ ദേവി, അതാണ് കേരളം നിറച്ചുള്ളത്, അതാണ് നമ്മുടെ ഗ്രാമദേവത കാളി. അപ്പോൾ അതാണ് ഈ പ്രചാരം നേടിയ ഈ ഭദ്രകാളി സേവ എന്ന് പറയുന്നത് ഇത് തന്നെയാണോ? അതെ, ഇത് തന്നെയാണ് ഭദ്രകാളി സേവ. ഇത് പല മാർഗത്തിലുണ്ട്. ഇപ്പോൾ ശ്മശാനപരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത് കൂടാണ്ട് ജലസേവയുണ്ട്, മനസ്സിലായില്ലേ, ശവസാധനയുണ്ട്. പല രഹസ്യമായിട്ടുള്ള ബാക്കിയുള്ള രീതിയിലും ഭദ്രകാളി സേവ ചെയ്യാൻ ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഞാൻ പറഞ്ഞത് പ്രധാനമായിട്ടുള്ളൊരു സേവയാണ്. ആരും തന്നെ ഈ സേവാദി കാര്യങ്ങളിലേക്ക് വന്നിറങ്ങരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ അങ്ങ് അത് ചെയ്ത് ഭദ്രകാളിയെ പ്രത്യക്ഷപ്പെടുത്തി അല്ലെങ്കിൽ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരാളാണ്, മറ്റുള്ളവർ ഇതിലേക്ക് വരരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വരരുതെന്ന് പറയുന്നത് ഇത് അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചവന് മാത്രമേ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. അത്രയും പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആദ്യം നമ്മൾ തയ്യാറാവണം. നമ്മുടെ ധർമ്മദൈവത്തിൻ്റെ അനുഗ്രഹം, ഗുരുകാരണവരുടെ അനുഗ്രഹം നമുക്കുണ്ടാവണം. നമ്മൾ നല്ല രീതിയിൽ ഉപാസന ചെയ്ത ആളുകളായിരിക്കണം. ഇതിപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ ശരീരം നിറച്ചും എന്തായിപ്പോൾ ഹീറ്റായി, ചൂടായി. ആ ഈ അഗ്നിയാണ് കാളി. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞ പഞ്ചഭൂതങ്ങളിൽ അഗ്നിയാണെന്നാണ്. ഇത്തരം പഞ്ചഭൂതങ്ങളിൽപ്പെട്ട ഒരു സംഗതിയായിരുന്നു ശ്മശാനത്തിൽ വെച്ച് എനിക്ക് ദർശിക്കാനിടയായത്. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് വരുമ്പം എൻ്റെ പിറകിൽ ഒരു നീലപ്രകാശം കണ്ടവരുണ്ട് വീട്ടിലുള്ളവർ. ഇത് കൂടാതെ പല സ്ഥലത്തും ബാധ ഒഴിപ്പിക്കുന്ന സമയത്ത് ആ ബാധാ സാന്നിധ്യമുള്ളവർക്ക് അവർ അബോധാവസ്ഥയിൽ കൃത്യമായിട്ട് എനിക്ക് ഒരുപാട് മുടിയുള്ളതും നീലവർണ്ണമുള്ളതായിട്ട് ഒരു 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. ആ സമയങ്ങളിൽ കൃത്യമായിട്ട് അവർക്ക് ഭഗവതിയെ കാണാം. ഇന്നും കൊടുങ്ങല്ലൂർ ചോറ്റാനിക്കരയൊക്കെ പല സ്ഥലത്തും പോയാലും ഗുരുതിക്ക് പോയാലും ചോറ്റാനിക്കരൊക്കെ ഏറെ പേര് ഉറങ്ങിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എൻ്റെ ഉറയുന്നവരാണ് കൂടുതൽ കാല് പിടിക്കാനൊക്കെ വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ആ സാന്നിധ്യം കാണാം. കൊടുങ്ങല്ലൂർ പോയിട്ടായാലും ഒരുപാട് പേര് ഭരണി സമയങ്ങളിൽ കോമരങ്ങൾ ഉറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ ഉറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങുന്നുണ്ട്. എനിക്ക് വയസ്സ് ഇപ്പം ചെറിയ വയസ്സേ ഉള്ളൂ, 28 വയസ്സായിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ വയസ്സും ഇതും കൊണ്ടല്ല, എൻ്റെ കഴിഞ്ഞ ജന്മത്തിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ കാണുന്നു. ഭദ്രകാളി സേവ എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ്. കാളി സേവക്കാരനെ നടത്താൻ പറ്റാത്തതൊന്നുമില്ല, കാളീൻ്റെ അപ്പുറം ഒന്നുമില്ല. അതാണ് കാളി, സാക്ഷാൽ ഭദ്രകാളി. ഭദ്രം കലയതി ഇത് ഭദ്രകാളി. ആ മഹാമായ ആ പരാശക്തിക്കപ്പുറം മറ്റൊന്നുമില്ല.